ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ LBS MCA അഡ്മിഷൻ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സൊക്കെയാണ് ക്ലിയർ ചെയ്യാൻ പോകുന്നത്. ഇന്നലെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഐ ഗോട്ട് നിയർലി 72 കമൻറ്റ്സ് ആൻഡ് അതിൽ 50+ കമൻറ്റ്സിന് റിപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല, കുറച്ച് തിരക്കായിപ്പോയി. അപ്പോൾ അതിൻ്റെ ഡൗട്ട് ക്ലിയറൻസ് ആണ് ഈ ഒരു വീഡിയോ. ആൻഡ് നിങ്ങൾ ചോദിക്കുന്ന മാക്സിമം ഡൗട്ട്സിൻ്റെ സൊല്യൂഷൻസൊക്കെ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് 2024. അത് ടെലഗ്രാം ചാനലിലും റീഷെയറൊക്കെ ചെയ്തു. ബട്ട് ആരും വീഡിയോ കാണുന്നില്ല. വീഡിയോ കാണുന്നതാണ് നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ മാക്സിമം വീഡിയോ ഫുള്ള് കണ്ടിട്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ 1 by 1 ഡൗട്ട്സ് നോക്കാം. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് കിട്ടി, ബട്ട് നിങ്ങൾക്ക് ആ കോളേജ് ഇഷ്ടമല്ല. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എങ്കിൽ 10,000 റുപ്പീസ് നിങ്ങൾക്ക് എത്ര എമൗണ്ടാണ് ടോക്കൺ ഫീ ആയിട്ട് കാണിക്കുന്നത് അത് മസ്റ്റായിട്ട് പേ ചെയ്യണം. അത് പേ ചെയ്താലേ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കൺസിഡർ ചെയ്യത്തുള്ളൂ. അത് പേ ചെയ്തില്ലെങ്കിൽ നിങ്ങളെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കൺസിഡർ ചെയ്യത്തില്ല. അത് കഴിഞ്ഞിട്ട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും, പുതിയതായിട്ട് ഓപ്ഷൻസൊക്കെ വെച്ചിട്ട്. സപ്പോസ് ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷനാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ പേ ചെയ്യണം. എന്നിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ തന്നെയായിരിക്കും കിട്ടുന്നത്, വേറെ ഓപ്ഷൻസ് ഇല്ല. ഈ നെക്സ്റ്റ് ഡൗട്ടാണ്, ടോക്കൺ ഫീ പേ ചെയ്തിട്ട് നമ്മൾ ആ കോളേജിൽ ചേർന്നില്ല എങ്കിൽ ടോക്കൺ ഫീ റീഫണ്ട് ചെയ്യുമോ? ടോക്കൺ ഫീ റീഫണ്ട് ഉണ്ട്. നമ്മൾ ടോക്കൺ ഫീ പേ ചെയ്തിട്ട് കോളേജസിൽ അഡ്മിഷൻ എടുക്കുന്നില്ല എങ്കിൽ നമുക്ക് റീഫണ്ട് കിട്ടും. ആ റീഫണ്ട് ഉടനെ തന്നെ കിട്ടത്തില്ല. നമ്മളുടെ അഡ്മിഷൻ ഒക്കെ പ്രോസസ്സൊക്കെ കഴിയുമ്പോൾ നമ്മളുടെ സൈറ്റിൽ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അതിൽ നമ്മളുടെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കുമ്പോൾ ഒരു 3 to 4 മന്ത്സിൻ്റെ ഇടയിൽ നമുക്ക് റീഫണ്ട് കിട്ടും. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് 10K ടോക്കൺ ഫീ അടച്ചാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതെ കോളേജ് കിട്ടിയാൽ ടോക്കൺ ഫീ റീഫണ്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത കോളേജസ് ഹയർ ഓപ്ഷനിലുണ്ടെങ്കിൽ അതിനെ ഡിലീറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ടോക്കൺ ഫീ പേ ചെയ്യുമ്പോൾ ഹയർ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യാൻ പറ്റും, ഡിലീറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത കോളേജ് ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ ഡിലീറ്റ് ചെയ്താൽ ഇങ്ങനത്തെ ഇഷ്യൂസൊന്നും വരത്തില്ല. പിന്നെ നിങ്ങൾ അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ റീഫണ്ട് കിട്ടും. റിസർവേഷൻ ഉണ്ടെങ്കിൽ കോളേജ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് റിസർവേഷൻ. പിന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ 6th ഓപ്ഷനും കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ടോക്കൺ ഫീ അടച്ചാൽ മാത്രമേ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കൺസിഡർ ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻ്റ് ആണ്. പിന്നെ എല്ലാ കോളേജസിലല്ല, ഗവൺമെൻറ് കോളേജസിൽ മാത്രമാണ് 50% സ്റ്റേറ്റ് മെറിറ്റ്, 50% റിസർവേഷൻ. ബാക്കി കോളേജസിലൊക്കെ ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ കോളേജ്, ബിക്കോസ് സെൽഫ് ഫിനാൻസിങ്, ഓട്ടോണമസ് അതൊക്കെയാണ്. അപ്പോൾ ഡിപ്പെൻസ് ഓൺ ദ കോളേജ് അവർ LBS വഴി എടുക്കും. പിന്നെ റിസർവേഷൻ അതൊക്കെ കാണും. ഇപ്പോൾ ഗവൺമെൻറ് ആണെങ്കിൽ 50% സ്റ്റേറ്റ് മെറിറ്റ്, 50% റിസർവേഷൻ. റിസർവേഷൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഓൾറെഡി പ്രോസ്പെക്റ്റിലുണ്ട്. ഇനി ഒരു കോളേജും കിട്ടാത്തവർ ഫീ പേ ചെയ്യണമെന്നില്ല. അവർക്ക് ഫീ പേ ചെയ്യാനുള്ള ഓപ്ഷനും കാണത്തില്ല, ഫീസും പേ ചെയ്യേണ്ട. കോളേജ് അലോട്ട് ആയിട്ടുള്ളവർ മാത്രം ഫീസ് പേ ചെയ്താൽ മതി. ടോക്കൺ ഫീ അടച്ചിട്ട് നിങ്ങൾ MCA അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ റീഫണ്ട് കിട്ടും. ഇനി നെക്സ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കാണും. അത് കഴിഞ്ഞിട്ട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ്. ബാക്കിയും സീറ്റ്സ് ഉണ്ടെങ്കിൽ കോളേജ് ലെവലിൽ സ്പോട്ട് അഡ്മിഷൻസ് നടക്കും. ടോക്കൺ ഫീ പേ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 18th ജൂലൈ ആണ്. അപ്പോൾ 18th ജൂലൈ ബിഫോർ 18th ജൂലൈ തന്നെ ടോക്കൺ ഫീ അടയ്ക്കണം. അടച്ചില്ലെങ്കിൽ നമ്മളെ ഔട്ടാക്കും ഫ്രം അലോട്ട്മെൻറ്റ് പ്രോസസ്സ്. കിട്ടിയിരിക്കുന്നത് 5th ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ വേണമെങ്കിൽ ടോക്കൺ ഫീ പേ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാം. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേണ്ട കോളേജ് കിട്ടിയില്ല എങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പുതിയ ഓപ്ഷൻസൊക്കെ വയ്ക്കാം. ബട്ട് വൺ തിങ്, നിങ്ങൾ ഇപ്പോൾ സെൽഫ് ഫിനാൻസിങ് കോളേജസിലൊക്കെയാണ് അഡ്മിഷൻ എടുക്കുന്നത്, എന്നിട്ട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ NOC സർട്ടിഫിക്കറ്റ് മേടിക്കണം ഫ്രം ദ റെസ്പെക്റ്റീവ് കോളേജസ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കോളേജസ് ഒന്നും കിട്ടാത്തവർ ഇനി വേറെ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരെ വെയിറ്റ് ചെയ്താൽ മതി. നമ്മൾ LBSന് അടയ്ക്കുന്ന ഫീസ് ഓൺലൈനാണ്, നമുക്ക് ഓൺലൈൻ വഴി തന്നെ തിരിച്ച് കിട്ടും. പിന്നെ നമ്മൾ അടയ്ക്കുന്ന ഫുൾ എമൗണ്ട് കിട്ടും, ബട്ട് കുറച്ച് സമയം എടുക്കും. 3 to 4 മന്ത്സൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് റീഫണ്ട് കിട്ടുന്നത്. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കോളേജ് കിട്ടിയില്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ തന്നെ നമുക്ക് പോയി ചേരേണ്ടി വരും. ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കോളേജ് കിട്ടി, ബട്ട് ടോക്കൺ ഫീ അടച്ചിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ കോളേജ് അങ്ങനെ തന്നെ ആയിരിക്കും. അതിൻ്റെ മേലിലുള്ള കോളേജസ് മാത്രമാണ് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. മേലിലുള്ള കോളേജസ് ഒന്നും കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ തന്നെ അഡ്മിഷൻ എടുക്കേണ്ടി വരും. സപ്പോസ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നില്ല എങ്കിൽ റീഫണ്ടിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ റീഫണ്ട് കിട്ടും. നമ്മളിപ്പോൾ അടയ്ക്കുന്ന ടോക്കൺ ഫീ സീറ്റ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ടോക്കൺ ഫീസ് ഇതിൽ ആഡ് ആവും, ട്യൂഷൻ ഫീസിൽ ആഡ് ആവും എന്നാണ് പറയുന്നത്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വെക്കുമ്പോൾ ഫസ്റ്റ് കിട്ടിയ കോളേജ് റിമൂവ് ആക്കണോ വേണ്ട, അത് അവിടെ തന്നെ ആയിരിക്കും. അതിൻ്റെ മേലിലുള്ള കോളേജസ് നിങ്ങൾക്ക് വേണ്ട എങ്കിൽ ഡിലീറ്റ് ചെയ്യാം.
പിന്നെ ആ കോളേജസ് വേണമെങ്കിൽ ഓപ്ഷൻസ് വേണമെങ്കിൽ റീഅറേഞ്ച് ചെയ്ത് വയ്ക്കാം. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് വേണ്ട കോളേജ് തന്നെ കിട്ടിയാലും സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരെ വെയിറ്റ് ചെയ്യണം. ബിക്കോസ് ആഫ്റ്റർ സെക്കൻഡ് അലോട്ട്മെൻ്റ് ആണ് നമുക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ഒക്കെ കിട്ടുന്നതും കോളേജ് അഡ്മിഷൻ എടുക്കാനുള്ള ഡേറ്റ്സ് ഒക്കെ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കിട്ടിയാലും നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അലോട്ട്മെൻറ്റ് എവിടെയും കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് വെയിറ്റ് ചെയ്യുക സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരെ. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടും. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലും സ്പോട്ട് അലോട്ട്മെൻറ്റിലും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ കോളേജ് കിട്ടും. സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ടോക്കൺ ഫീ അടയ്ക്കാത്ത സ്റ്റുഡൻസിനും അടച്ച സ്റ്റുഡൻസിനും ഓൾറെഡി അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിനൊക്കെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ബട്ട് നിങ്ങളിപ്പോൾ സപ്പോസ് അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ സെൽഫ് ഫിനാൻസിങ് കോളേജസിലാണ് അഡ്മിഷൻ എടുത്തിട്ടുള്ളതെങ്കിൽ നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് മേടിക്കണം ഫ്രം ദ കറസ്പോണ്ടിങ് കോളേജസ്. എന്നാലേ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കിട്ടിയ കോളേജിൽ ചേരണമെങ്കിലും ടോക്കൺ ഫീ അടയ്ക്കണം. ഇനി അലോട്ട്മെൻറ്റ് ആവശ്യമില്ല എങ്കിലും നമ്മൾ അടയ്ക്കണം. ടോക്കൺ ഫീ അടച്ചിട്ട് ഹയർ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ആക്കിയാൽ മതി. ഹയർ ഓപ്ഷൻസ് ഇല്ല എങ്കിൽ ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഈ ടോക്കൺ ഫീ ലൈക്ക് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നില്ല എങ്കിൽ മാത്രമേ തിരിച്ച് കിട്ടത്തുള്ളൂ. അതിനും കുറച്ച് പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട്, അതെല്ലാം ഫോളോ ചെയ്യണം. എന്നാലേ നിങ്ങൾക്കത് റീഫണ്ടായിട്ട് കിട്ടത്തുള്ളൂ. നിങ്ങൾ അടയ്ക്കുന്ന ടോക്കൺ ഫീ നിങ്ങളുടെ ട്യൂഷൻ ഫീസായിട്ട് ആഡ് ആയിക്കോളും എന്നാണ് പറയുന്നത്. ചില സെൽഫ് ഫിനാൻസിങ് കോളേജസിലൊക്കെ അങ്ങനെയല്ല. സോ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ കോൺടാക്ട് ദ റെസ്പെക്റ്റീവ് റെപ്രസെൻറ്റേറ്റീവ്സ് ഫ്രം ഈച്ച് കോളേജ്. KTU ആണെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ കോൺടാക്റ്റൊക്കെ ഓൾറെഡി ഇറക്കിയിട്ടുണ്ട്. KTU കമ്മ്യൂണിറ്റിയിലുണ്ട്, ടെലിഗ്രാം ചാനലിലും പോസ്റ്ററൊക്കെ അയച്ചിട്ടുണ്ട്. ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ടാവുന്നത് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ചില കോളേജസിൽ എല്ലാവർക്കും ബ്രിഡ്ജ് കോഴ്സ് നടക്കും, ചില കോളേജിൽ നോൺ CS സ്റ്റുഡൻസിന് ബ്രിഡ്ജ് കോഴ്സ് നടക്കും. അത് കഴിഞ്ഞിട്ടാണ് റെഗുലർ ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ടാവുന്നത്. സ്പെഷ്യൽ അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും സെയിം അല്ല. സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഉണ്ട്. സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന് വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തതുപോലെ തന്നെ പുതിയ ഓപ്ഷൻസൊക്കെ ആഡ് ആക്കിയിട്ട് വീണ്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്കൊരു കോളേജ് കിട്ടി, അത് നിങ്ങൾക്ക് അതിൻ്റെ മേളിൽ ഹയർ ഓപ്ഷൻസ് ഉണ്ടെന്ന് വെക്കാം. ഹയർ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറെ കോളേജ് മാറി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കോളേജ് ഓക്കെ ആണെങ്കിൽ ഹയർ ഓപ്ഷൻസൊക്കെ ഡിലീറ്റ് ചെയ്യണം. ഫസ്റ്റ് ഓപ്ഷനാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിലും സെയിം തന്നെയായിരിക്കും കിട്ടുന്നത്. പിന്നെ പേ ചെയ്തിട്ട് ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്ത സ്റ്റുഡൻസിനും സെയിം കോളേജായിരിക്കും കിട്ടുന്നത്. ചിലപ്പോൾ മാറാം, ചിലപ്പോൾ മാറാതെ ഇരിക്കാം. ലൈക്ക് ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യാത്ത സ്റ്റുഡൻസിന് ടോട്ടൽ 2 അലോട്ട്മെൻറ്റ്സ്, 2 റെഗുലർ അലോട്ട്മെൻറ്റ്സ്, 1 സ്പെഷ്യൽ അലോട്ട്മെൻറ്റ്സ് ആൻഡ് അത് കഴിഞ്ഞിട്ട് വേക്കൻസി ഉണ്ടെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻറ്റ്സ്, സ്പോട്ട് അഡ്മിഷൻസൊക്കെ നടക്കും. ടോക്കൺ ഫീ അടച്ചിട്ട് നെക്സ്റ്റ് അലോട്ട്മെൻറ്റ്സിൽ പ്രിഫേർഡ് കോളേജ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ എവിടെ എടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടും. ലൈക്ക് അണ്ടർ LBS നിങ്ങൾ MCAക്ക് എവിടെ അഡ്മിഷൻ എടുത്തിട്ടില്ല എങ്കിൽ റീഫണ്ട് കിട്ടും. നിലവിൽ കിട്ടിയ ഓപ്ഷനിൽ അഡ്മിഷൻ എടുത്തില്ലെങ്കിലും കിട്ടും. അഡ്മിഷൻ എടുക്കുവാണെങ്കിൽ കിട്ടത്തില്ല റീഫണ്ട് ഇപ്പം തന്നെ കിട്ടത്തില്ല. റീഫണ്ട് നമ്മൾ അഡ്മിഷൻ പ്രോസസ്സൊക്കെ നടക്കുമ്പോൾ സൈറ്റിൽ ഓപ്ഷൻ വരും, അപ്പോൾ അതിൽ അപ്ലൈ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഒരു 3 months ഒക്കെ എടുക്കും ഇത് കിട്ടാൻ, റീഫണ്ട് കിട്ടി വരാൻ. ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് കിട്ടിയ കോളേജ് സെൽഫ് ഫിനാൻസിങ് ആണ്. സോ നെക്സ്റ്റ് അലോട്ട്മെൻറ്റിന് പേ ചെയ്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേറെ കോളേജ് ഒന്നും കിട്ടിയില്ലെങ്കിൽ ആദ്യം കിട്ടിയ കോളേജിൽ ചേരാൻ പറ്റുമോ? യെസ്, ഓഫ് കോഴ്സ് ആദ്യം കിട്ടിയ കോളേജിൽ നമുക്ക് ചേരാൻ പറ്റും. അങ്ങനെ പോയി ചേർന്നാൽ ഇപ്പോൾ പേ ചെയ്ത് 10,000 നമുക്ക് അഡ്മിഷൻ്റെ ടൈമിൽ കൊടുക്കുന്ന എമൗണ്ടിൻ്റെ കൂടെ ആഡ് ആകുമോ? നമ്മൾ അഡ്മിഷൻ ടൈം കൊടുക്കുന്നത് വേറെ ഫീസാണ്. അഡ്മിഷൻ ടൈം നമ്മൾ കോളേജ് ഡെവലപ്മെൻറ്റ് ഫണ്ട്, PTA ഫണ്ട്, ബസ് ഫണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു എമൗണ്ട് പേ ചെയ്യേണ്ടി വരും. അതിൻ്റെ കൂടെ ഈ 10K ആഡ് ആവത്തില്ല. ഈ 10K നമ്മുടെ ഫസ്റ്റ് സെമ്മിൻ്റെ ട്യൂഷൻ ഫീസിൻ്റെ കൂടെയാണ് ആഡ് ആവുന്നത്. ബട്ട് ചില സെൽഫ് ഫിനാൻസിങ് കോളേജസിലൊന്നും അങ്ങനെ ഇല്ലയെന്ന് തോന്നുന്നു. സോ കോളേജിനെ കോൺടാക്റ്റ് ചെയ്ത് നോക്കാം. സപ്പോസ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഗവൺമെൻറ് ഓർ എയ്ഡഡ് കോളേജ് കിട്ടിയെങ്കിൽ ടോക്കൺ ഫീ റീഫണ്ട് ആകുമോ അതോ അഡ്മിഷൻ എമൗണ്ടിൻ്റെ കൂടെ ആഡ് ആകുമോ? സപ്പോസ് ഇപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ സെൽഫ് ഫിനാൻസിങ് കോളേജാണ് കിട്ടുന്നത് എന്ന് വെക്കാം. ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഗവൺമെൻറ് ഓർ എയ്ഡഡ് കോളേജ് കിട്ടി. ഗവൺമെൻറ് ഓർ എയ്ഡഡ് കോളേജസിൻ്റെ ടോക്കൺ ഫീ 7,640 സംതിങ് ആണ്. സെൽഫ് ഫിനാൻസിങ് കോളേജസിൻ്റെ 10K ആണ്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയപ്പോൾ നിങ്ങൾ 10K ആയിരിക്കും പേ ചെയ്യുന്നത്. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഗവൺമെൻറ് കോളേജ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ആവശ്യമുള്ളത് 7K മാത്രമാണ്. അപ്പോൾ നിങ്ങൾ പേ ചെയ്തത് 10,000 ആണ്. അപ്പോൾ 10,000 മൈനസ് 7,640 ഇത് ചെയ്യുമ്പോൾ ഒരു എമൗണ്ട് കിട്ടത്തില്ലേ, അത് നിങ്ങൾക്ക് റീഫണ്ടായി കിട്ടും.
ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയെങ്കിൽ ടോക്കൺ ഫീ പേ ചെയ്ത് അഡ്മിഷനും പോകേണ്ടത് എപ്പോഴാണ്? അഡ്മിഷന് അവർ ടൈം തരും. അഡ്മിഷൻ എപ്പോഴാണ് എടുക്കേണ്ടതെന്ന് ആഫ്റ്റർ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പറയും. ആഫ്റ്റർ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ആയിരിക്കും നമുക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ഒക്കെ കിട്ടുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അഡ്മിഷൻ എടുക്കാം. ഡേറ്റ് ഇപ്പോൾ അറിയത്തില്ല. ഇപ്പോൾ 6th ഓപ്ഷനാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ടോക്കൺ ഫീ ആദ്യം പേ ചെയ്യണം. പേ ചെയ്തിട്ട് ഓപ്ഷൻസ് വേണമെങ്കിൽ റീഅറേഞ്ച് ചെയ്യാം. പിന്നെ ഹയർ ഓപ്ഷൻസിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കോളേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് വെയിറ്റ് ചെയ്താൽ മതി. അഡ്മിഷൻ എടുക്കുന്നത് ആഫ്റ്റർ സെക്കൻഡ് അലോട്ട്മെൻ്റ് ആണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടാത്തവർ ടോക്കൺ ഫീ അടയ്ക്കേണ്ട. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ഒന്നും ചെയ്യേണ്ട. ജസ്റ്റ് വെയിറ്റ് ചെയ്താൽ മതി. ബിക്കോസ് നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷൻസ് ഒക്കെ കൊടുത്തതാണ്. സോ ജസ്റ്റ് വെയിറ്റ് ചെയ്താൽ മതി. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരും. അതിൽ നെയിം ഇല്ല എങ്കിൽ, അലോട്ട് ആയിട്ടില്ല എങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ആൻഡ് സ്പോട്ടിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അഡ്മിഷൻ എടുക്കാൻ പോവേണ്ടത് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണോ? യെസ്, അഡ്മിഷൻ എടുക്കുന്നത് ആഫ്റ്റർ സെക്കൻഡ് അലോട്ട്മെൻ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടും. അത് വെച്ചിട്ട് അതിലൊരു ടൈം തരും. ഈ ഫ്രം ദിസ് ഡേ ടു ദിസ് ഡേ നിങ്ങൾക്ക് പോയിട്ട് അഡ്മിഷൻ എടുക്കാമെന്ന്. ആൻഡ് കോളേജിൽ അവർ ഒരു ടൈം പീരീഡ് തരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ LBS തന്ന ഡേറ്റ് ഒരു 10 to 20 ആണെങ്കിൽ കോളേജിൽ ചിലപ്പോൾ 8 to 15 അങ്ങനെയൊക്കെ ഡേറ്റ്സ് ഒക്കെ തരും. അപ്പോൾ കോളേജിൽ പറയുന്ന ഡേറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. സെക്കൻഡ് അലോട്ട്മെൻറ്റിലും സെയിം കോളേജ് കിട്ടിയാൽ ചേരാണ്ട് നിൽക്കുമ്പോൾ ടോക്കൺ ഫീ തിരിച്ച് കിട്ടും. അതിന് കുറച്ച് പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട്. അത് ഫോളോ ചെയ്താൽ മതി. പിന്നെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ടോക്കൺ ഫീ അടച്ചില്ലെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും, അടച്ചാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് കമൻറ്റിൽ വന്ന ഡൗട്ട്സ്. ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഓൾറെഡി ഉള്ള 2024 സ്പെഷ്യൽ അലോട്ട്മെൻറ്റ്, ഓപ്ഷൻ രജിസ്ട്രേഷൻ, പിന്നെ ഡൗട്ട് ക്ലിയറൻസ് എല്ലാത്തിൻ്റെയും ലിങ്ക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് അതൊക്കെ കണ്ടിട്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ടെലഗ്രാമിൽ ചോദിക്കാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കേണ്ട. ബിക്കോസ് ഇൻസ്റ്റാഗ്രാമിൽ ചിലപ്പോൾ യൂസ് ചെയ്യും, ചിലപ്പോൾ അൺഇൻസ്റ്റാൾ ആക്കും. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ കറക്റ്റ് ടൈമിൽ റെസ്പോൺസ് കിട്ടത്തില്ല. സോ യൂസ് യൂട്യൂബ് കമൻറ്റ്സ്, ടെലഗ്രാം ഓർ വാട്സാപ്പ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നോക്കാം. താങ്ക് യു.